വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SLC മക്കൾക്ക് സോഷ്യൽ സയൻസ് പരീക്ഷയിൽ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു 3 മാർക്കിനോ ഒരു 4 മാർക്കിനോ ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യനാണിത്. അടിയന്തരാവസ്ഥ, ഇന്ത്യൻ ജനാധിപത്യത്തിലെ പ്രതിസന്ധി ഘട്ടം. അടിയന്തരാവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്നാണ് അടിയന്തരാവസ്ഥയെന്നും അതുമൂലം നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിലുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി നമ്മളിതിലൂടെ പഠിക്കാൻ പോവുകയാണ്. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ കുറച്ച് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സിനെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കിതിനെ വിശദമായിട്ടൊന്ന് പഠിച്ചു നോക്കാം. 1975 ജൂൺ 25-നാണ് രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. മൗലികാവകാശങ്ങളുടെ മരവിപ്പിക്കൽ, പത്രസ്വാതന്ത്ര്യം നിഷേധിക്കൽ തുടങ്ങിയ ജനാധിപത്യ അവകാശ ലംഘനങ്ങൾ അടിയന്തരാവസ്ഥയുടെ ഭാഗമായി നടപ്പിലാക്കപ്പെട്ടു. അപ്പോൾ എന്നാണ് അടിയന്തരാവസ്ഥ? 1975 ജൂൺ 25. എന്തൊക്കെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അടിയന്തരാവസ്ഥ സമയത്ത്? മൗലികാവകാശങ്ങളുടെ മരവിപ്പിക്കൽ, പത്രസ്വാതന്ത്ര്യം നിഷേധിക്കൽ തുടങ്ങിയ ജനാധിപത്യ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടതിൻ്റെ പശ്ചാത്തലം നമുക്ക് നോക്കിയാലോ? രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെയായി ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങളായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ ഒരു കാരണം എന്താണ്? രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങൾ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുന്നതിലേക്ക് നയിച്ചു. പിന്നീട് അതെന്ത് ചെയ്തു? ഗുജറാത്തിൽ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുന്നതിലേക്ക് നയിച്ചു. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ബീഹാറിൽ നടന്ന പ്രക്ഷോഭ പരമ്പര ദേശീയ തലത്തിലും സ്വാധീനം ചെലുത്തി. ഇത് കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്കും കാരണമായി. 1970-കളിൽ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധി, ഭക്ഷ്യക്ഷാമം, തൊഴിലില്ലായ്മ എന്നിവയായിരുന്നു ഈ പ്രക്ഷോഭങ്ങൾക്ക് കാരണം. ഈ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കെതിരായ അഹമ്മദാബാദ് ഹൈക്കോടതിയിൽ നിലവിൽ വന്ന തിരഞ്ഞെടുപ്പ് കേസിൽ പ്രതികൂലമായ വിധി വരുന്നതും തിരഞ്ഞെടുപ്പ് റദ്ദു ചെയ്യുന്നതും. വിധിയെ തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രക്ഷോഭം ശക്തമാക്കി. എന്നാൽ സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതിയുടെ വിധിക്ക് സ്റ്റേ അനുവദിച്ചു. തുടർന്ന് പ്രതിപക്ഷ പ്രക്ഷോഭങ്ങൾക്ക് ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന എന്ന കാരണം ആരോപിച്ച് കേന്ദ്ര സർക്കാർ ഭരണഘടനയുടെ അനുച്ഛേദം 352 പ്രകാരം രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അപ്പോൾ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് അടിയന്തരാവസ്ഥ സൃഷ്ടിച്ചതെന്ന് പരിശോധിച്ച് നോക്കാം. അടിയന്തരാവസ്ഥ വരുമ്പോൾ നമ്മളെ ഏതൊരു രാജ്യത്തിനും ഒരു പ്രത്യേക നിയമം കാര്യങ്ങളൊക്കെ വരും. അതൊരു രാജ്യത്തെ തന്നെ വല്ലാതെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കാം, പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വിചാരണ കൂടാതെ ജയിലിൽ അടച്ചു. പത്രങ്ങൾക്കും